ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കുറുക്കുകാളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ എങ്ങനെയാണ് കുറുക്കുകാളൻ ഉണ്ടാക്കുക എന്നത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറുക്കുകാളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കുറുക്കുകാളന് നമുക്ക് ചേനയും പച്ചക്കായുമാണ് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചട്ടിയിൽ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച ചേന ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേന ഒരു 200 ഗ്രാം ഉണ്ടാകും. ഇത്ര വലുപ്പത്തിലാണ് ചേന ചതുര കഷ്ണങ്ങളാക്കി എടുത്തത്. പച്ചക്കായയും ഇതുപോലെ തൊലികളഞ്ഞ് ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ചേനയുടെ കൂടെ പച്ചക്കായ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം എനിക്കിവിടെ കിട്ടുന്ന പച്ചക്കായ തീരെ വേവില്ലാത്ത പച്ചക്കായാണ്. അപ്പോൾ ചേനയുടെ കൂടെ ആദ്യം തന്നെ പച്ചക്കായ ഇട്ട് കൊടുത്താൽ ചേന വെന്ത് കഴിയുമ്പോഴേക്കും പച്ചക്കായൊക്കെ വെന്ത് ഉടഞ്ഞു പോകും. ഞാനിവിടെ ചേന വെന്ത് പകുതിയാവുമ്പോഴാണ് പച്ചക്കായ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കായ് സാധാരണ വേവുള്ള പച്ചക്കായ ആണെങ്കിൽ ഇപ്പോൾ ചേന വേവിക്കുന്ന ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചേന വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട, ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. പച്ചക്കായും ചേനയും രണ്ടും കൂടി വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് തിള വരുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. തിളച്ചു കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. ചേനയ്ക്ക് ഇതാ നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ചേനയെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ചേനയുടെ പാകമൊക്കെ നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചേന പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കായ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പം വെള്ളം കുറവാണല്ലോ. ഇനി നമുക്ക് പച്ചക്കായ കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടപ്പ് വെച്ച് വീണ്ടും ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. തിള വരുന്നത് വരെ മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. പച്ചക്കായും ചേനയും പാകത്തിന് വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും നല്ല എരിവുള്ള ഒരു വലിയ പച്ചമുളകും 1 കപ്പ് ചിരകിയ തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവയെല്ലാം കൂടി മിക്സിയുടെ ഒരു ജാറിലിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് പച്ചക്കായും ചേനയും നല്ല പാകത്തിന് വെന്തുവെന്ന് നോക്കാം. ഇവിടെ പച്ചക്കായും ചേനയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ ചില ചേനയൊക്കെ വേവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇത്രയും കട്ടിയിലാണ് ഞാൻ തേങ്ങ അരച്ചിരിക്കുന്നത്. ഇനി ഇതിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ അരക്കുന്ന ടൈമിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കാളൻ നല്ല ലൂസായി പോകും. ഇനി മിക്സിയുടെ ജാറിൽ ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ച് അതുകൂടി ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരപ്പ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ചട്ടിയിൽ അധികം വെള്ളമില്ലാത്തതല്ലേ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ ചില സമയത്ത് ചട്ടിയിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. അരപ്പൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ചൂടൊന്ന് കുറയുമ്പോഴാണ് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കേണ്ടത്. തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ.
നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത്. നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കുറുക്കുകാളിന് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് 10 മിനിറ്റ് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പാണ് തൈര് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പുളി കൂടുതലുള്ള തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തത്. നിങ്ങളുടെ കയ്യിലുള്ളത് പുളി കുറഞ്ഞ തൈരാണെങ്കിൽ 1 കപ്പ് വരെ തൈരെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതായി ഒന്ന് കറക്കിയെടുക്കാം. ഇനി കറക്കിയെടുത്ത തൈര് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് നോക്കിയേ, അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് നമ്മുടെ കാളിനുള്ളത്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചടി, കാളൻ എന്നിവയിലൊക്കെ താളിച്ചൊഴിക്കുന്ന ടൈമിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുക്കേണ്ടതാണ്. അപ്പോഴാണ് കഴിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കടുകിൻ്റെ പകുതി ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇളക്കാതെ അടപ്പടച്ചു വയ്ക്കണം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതി. ഇങ്ങനെ ചെയ്താൽ മാത്രമേ താളിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിൽ നന്നായി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് തുറന്നു നോക്കിയിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നോക്കിയേ, അധികം ലൂസൊന്നും ആവാതെ നല്ല കട്ടിയിൽ തന്നെയല്ലേ കാളൻ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.